എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഇല്ല. കുറച്ച് നാളായാലും നമ്മളധികം അങ്ങനെ ഡെയിലി വീഡിയോ ഇട്ട് അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് ഈ വീഡിയോ. ഓക്കെ, നമ്മളിന്ന് ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വലിയൊരു കുളമുണ്ട്. നീല കളറിലെ വെള്ളമാണ് അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് സമയം സന്ധ്യ ആകാനായി വേഗം പോയിട്ട് അവിടെ പോയി കുളിക്കാൻ വേണ്ടി ഞാൻ പോവാണ്. ഓക്കെ, അതിനു മുമ്പ് എൻ്റെ ഒരു പോത്തുണ്ട്. ആ പോത്തിനെ കെട്ടി അവരെയൊക്കെ അതിൻ്റെ വയറ് കുറച്ചില്ലെങ്കിൽ അച്ഛൻ എന്നെ ഓടിക്കും. അതുകൊണ്ട് പുല്ല് അത് നല്ല കറക്റ്റായിട്ട് പുല്ലൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും മാറ്റി കെട്ടട്ടെ. ഓക്കെ, ഉണ്ട് അവിടെ നമ്മൾ പോത്തിനെ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ പോത്ത് അവിടെയുണ്ട്. ഓക്കെ, ആണ് നമ്മുടെ പോത്ത്. ഈ പോത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോത്ത് അധികം ഹൈറ്റ് വെക്കാത്ത ടൈപ്പ് പോത്താണ്. കണ്ടാ എൻ്റെ കാല് കണ്ടില്ലേ? നമുക്ക് വേറെയും പോത്തുണ്ടായിരുന്നു, അത് അതിനെ വിറ്റ് അന്നേരം വെറുതെ എടുത്തതാണ് ഇതിനെ. അപ്പോൾ ഇതിൻ്റെ കാല് എകരം നോക്കിയിട്ടാണ് നമ്മൾ പോത്തിനെ വാങ്ങേണ്ടത്. ഈ കാല് എകരമില്ലാത്തത് അധികം വളരില്ല. ഇത് അധികം വളരുന്ന ടൈപ്പല്ല. കാല് കുറച്ച് എകരമില്ല ടൈപ്പാണെങ്കിൽ അത് നല്ലോണം ഹൈറ്റ് വെക്കും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു കുട്ടൻസ്. അപ്പോൾ ഇതിനെ ആദ്യം എവിടെയെങ്കിലും മാറ്റിക്കിടണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ പുല്ല് ഒന്നുമില്ല. അത് അല്ലെങ്കിൽ അച്ഛൻ തന്നെ ഓടിക്കും. അതാണ് കഷ്ടമാണ്. നമുക്ക് ഇവിടെ കെട്ടാൻ പോത്തിനാ. നേരെ പോകേണ്ടത് കുളിക്കാൻ വേണ്ടി പോകണം കുളത്തിൽ. ഓക്കെ, ഇവിടെ തന്നിട്ട് അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുമായിരിക്കും. അപ്പം നേരെ നമ്മൾ പോകുന്നത് കുളത്തിൽ കുളിക്കാൻ. ഓക്കെ, ഇവിടുന്ന് കുറച്ച് ദൂരം പോകാണ്ട്. അപ്പോൾ കൂട്ടാ ഞാൻ കുളത്തിൽ പോയി കുളിച്ചിട്ട് വരട്ടെ. നീ കൂടുതലിരിക്കൂലേ? ആ, ഞാൻ അവിടെ ഇരിക്കും. ഓ, നമ്മുടെ ഇമ്മിണി അവിടെയുണ്ട്. ഇമ്മിണി അവിടെ കിട്ടിയിട്ടുണ്ട്. താക്കോല് ഞാൻ എടുത്തില്ല വണ്ടീൻ്റെ. ഈ താക്കോല് എടുക്കണം. ഇമ്മിണി എൻ്റെ വയറ് പറഞ്ഞാ? വയറ് പറഞ്ഞ ഇമ്മിണി? ഇമ്മിണീൻ്റെ ഇവിടെ എവിടെയും മാറ്റി കേട്ടാ. ഇമ്മിണീൻ്റെ മെയിൻ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മിണി പുല്ലൊന്നും തന്നില്ല. ഈ മുള്ളില്ലേ, ഈ മുള്ള മാത്രമാണ് എൻ്റെ മെയിൻ തീറ്റ. ഇടിങ്ങനെ അർപ്പിച്ച് നോക്കണം. ഇനി അത് ഇവിടെ ഓടിപ്പോവില്ല, അല്ലെങ്കിൽ ഇത് കുറ്റിയെല്ലാം പറിച്ചോടും. അതുകൊണ്ട് ഇങ്ങനത്തെ മുള്ള് മാത്രമേ ഇമ്മിണി കഴിക്കൂ. ഇമ്മിണി ഞാൻ പോയിട്ട് വരട്ടെ, കുളത്തിൽ പോയി കുളിച്ചിട്ട് വരട്ടെ. ആ ശരി ശരി. ഓക്കെ, നമ്മൾ ബൈക്ക് എടുത്തിട്ട് കുളിക്കാൻ വേണ്ടി പോവാണ്. അടുത്തൊരു കുളമുണ്ട്, ആ കുളത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. ഓക്കെ, അപ്പം നേരെ കുളത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരണം, അല്ലെങ്കിൽ സീനാണ്. അച്ചുകൂടെ അപ്പക്കൂടെ ഇപ്പം വരെ കുളത്തിൽ പോയി കുളിച്ചിട്ട് വരെ ചേട്ടാ. ഇപ്പം വരാം. വേണ്ടിയില്ല വേണ്ടിയുണ്ടെങ്കിൽ വേണ്ടിയും കൂടെ കൂട്ടായിരുന്നു. ഈ ഗ്യാസ് കൂട്ടി ഞാൻ ഇവിടെ വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് വരുന്ന വെച്ചാണ്. പക്ഷേ ഇങ്ങോട്ട് ഗ്യാസൊന്നും വന്നില്ല. കുറേ സമയം ഞാൻ വെയിറ്റ് ചെയ്ത്. മറ്റൊരു വണ്ടി വരുന്നുണ്ട്, ആ വണ്ടി പോട്ടെ. ആ വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ കുളത്തിലേക്ക് പോവാം. നമ്മുടെ നാട്ടിൽ ചേട്ടൻ നട്ടാട്ടോ ഈ സൈഡിലെല്ലാം ചെടി. ഇവിടുന്ന് മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. മുകളിലേക്ക് പോയാൽ നമ്മൾ സ്ഥലമെത്തി. ഇവിടുന്ന് കുറച്ചും കൂടെ പോകാണ്ട്. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമെത്തി. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമാണ് ഓഫ് റോഡില്ലേ കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം ഓഫ് റോഡാണ്. ബാക്കി നമുക്ക് താഴെ ഒരു ടാറിങ് ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ടാറിങ് ഇല്ല. സൂക്ഷിച്ചും കണ്ടും പോയില്ല പണി കിട്ടും. എക്സ്ക്യൂസ് മീ ചേട്ടാ. ഓക്കെ, നേരെ ഇനി വെടിയും ജില്ല പോലെ പോവാം. റോഡിൻ്റെ അവസ്ഥ കണ്ടോ? ഇത് പ്രൈവറ്റ് റോഡാണ്, അതാണ് ഇരിക്കണം ഇങ്ങനെ. ഇത് നാളായിട്ട് ടാറിങ്ങൊന്നും ചെയ്തിട്ടില്ല. ചേട്ടൻ
അങ്ങ് മോള് വരെ ഇതേ അവസ്ഥയാണ് റോഡിൻ്റെ. ഇനി കുറച്ച് ദൂരം കൂടെ പോയി നമ്മൾ സ്ഥലത്തെത്തി. റോഡ് നല്ലോണം മോശം റോഡാണ്, പക്ഷെ നമ്മളെ ബൈക്കിന് ഈ റോഡൊന്നും യാതൊരു പ്രശ്നമല്ല. എന്താ വഴി കുറച്ച് മോശം വഴിയാണ് കേട്ടോ. പിന്നെ പതിയെ ഇറങ്ങിയപ്പോലെ സ്ലിപ്പാകാൻ സാധ്യതയുണ്ട്. നേരെ ഇവിടുന്ന് നേരെ ഇവിടെ വണ്ടി വെക്കും. ഈ സൈഡിൽ വണ്ടി വെക്കാം. ഇത് താഴേക്കാണ് നടന്നു പോകേണ്ടത്. ഇവിടുന്ന് കുറച്ച് താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കുളത്തി അടുത്താണ് കേട്ടോ നമ്മളെ കുളം. സൗണ്ട് കേൾക്കുന്നില്ലേ? അവിടെയാണ്. പക്ഷെ നേരെ താഴേക്ക് കഴിഞ്ഞാൽ അവിടെ എത്തി. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇന്ന് പ്രത്യേകിച്ച് ആരും കുളിക്കാനൊന്നും ഇല്ലാന്ന് തോന്നല്ല, അല്ലെങ്കിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുന്നതാണ്. ഇന്നിപ്പോൾ അധികം ആരും ഇല്ല ഇവിടെ, എല്ലാവരും വരുമായിരിക്കും. ഓക്കെ, ഇതിൽ ഷോട്ടിൽ ഇറങ്ങി നമുക്ക് പോവാം. ഇതാണ് നമ്മൾ പറഞ്ഞ കുളം. മഴ പെയ്തിട്ട് കലങ്ങിയിരിക്കുവാണ് കേട്ടോ ഇവിടെ. അല്ലെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടായിരുന്നു ഇവിടെ, വെള്ളത്തിന് നല്ല ക്ലിയറിൻ്റെ വെള്ളമായിരുന്നു കേട്ടോ. മഴ പെയ്തുകൊണ്ട് മാത്രം ഇങ്ങനെ കലങ്ങി കിടക്കണം, അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിരുന്നു ഈ വെള്ളത്തിന്. ഇവിടെ പറ്റുമെങ്കിൽ എന്തായാലും കുളിക്കാം, അല്ലെങ്കിൽ തിരിച്ചു പോവാം. ഓക്കെ, ഇവിടെ ഇന്ന് ആരും വന്നിട്ടില്ല കേട്ടോ, എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ വരും. എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാൻ കുളിച്ചിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഓ നല്ല വെള്ളമുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഒരു പണ്ട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ആ സ്റ്റെപ്പ് ഉണ്ട്, നോക്കട്ടെ. അത് സ്റ്റെപ്പ് ഇറങ്ങില്ലേ? അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ലോണം മഴ പെയ്തു, അതാണ് ഇങ്ങനെ കലങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടായിരുന്നു വെള്ളത്തിൽ. ഓ, ഓക്കെ, എന്തായാലും എൻ്റെ കുളി കഴിഞ്ഞ് നമ്മുടെ മച്ചാന്മാരൊക്കെ ഇല്ല, പിള്ളേരെല്ലാം ഇല്ല സമയത്ത് ഇങ്ങോട്ട് വരാം. ആരും ഒന്നും ഇല്ല, എല്ലാവരും വരണത്രേ. ഓക്കെ, നമുക്ക് വെറുതെ സമയം കളയാനില്ല, നേരെ ഇനി എവിടെയെങ്കിലും പോകണം. ഓക്കെ, വണ്ടിയുടെ താക്കോൽ ഞാൻ വണ്ടിയിൽ വെച്ചിട്ടാണ് വന്നേ. ഇവിടെ എവിടെ ഇല്ലയെന്ന് തോന്നുന്നു. വണ്ടി ആയിരിക്കും താക്കോൽ. പോട്ടെ. ഓ, തല കൊള്ളാം നനഞ്ഞ്. മര്യാദയ്ക്ക് തല തുറത്തില്ലെങ്കിൽ പനി എന്തായാലും വരും. നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോട്ടെ.